നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടികൾ ഭാരതത്തിന് എങ്ങനെയൊക്കെ ബാധിക്കുമെന്നത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഓരോ ദിവസവും പലതരത്തിലുള്ള നയമാറ്റങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി വെനസ്വേലയിൽ നിന്ന് എണ്ണയോ വാതകമോ ഇറക്കുമതി ചെയ്യുന്ന ഏതൊരു രാജ്യത്തിനും 25% തീരുവ ചുമത്തുമെന്ന മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു. വെനസ്വേല അമേരിക്കയോടും ഞങ്ങൾ പിന്തുണയ്ക്കുന്ന സ്വാതന്ത്ര്യത്തോടും വളരെ ശത്രുതാപരമായാണ് പെരുമാറുന്നത്. അതിനാൽ വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഏതൊരു രാജ്യവും തങ്ങളുടെ രാജ്യവുമായി അവർ നടത്തുന്ന വ്യാപാരത്തിന് അമേരിക്കയ്ക്ക് 25% തീരുവ നൽകാൻ നിർബന്ധിതരാകുമെന്ന് ട്രംപ് വ്യക്തമാക്കി. തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപ് ഇത് വ്യക്തമാക്കിയത്. 2023 ഡിസംബറിലും 2024 ജനുവരിയിലും ഇന്ത്യയാണ് വെനസ്വേലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങിയത്. കഴിഞ്ഞ വർഷം ഇന്ത്യ വെനസ്വേലയിൽ നിന്ന് 22 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് ഇറക്കുമതി ചെയ്തത്. വെനസ്വേല മനഃപൂർവ്വം 10,000-കണക്കിന് കുറ്റവാളികളെ രഹസ്യമായി അമേരിക്കയിലേക്ക് അയച്ചിട്ടുള്ളതായി ട്രംപ് അവകാശപ്പെട്ടു. ട്രെൻഡി അരങ്കുവ പോലുള്ള ഗുണ്ടാ സംഘങ്ങളിലെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള കുറ്റവാളികളെയാണ് വെനസ്വേല അമേരിക്കയിലേക്ക് അയച്ചത്. അവരിൽ പലരും കൊലപാതകികളും ആക്രമാസക്തരുമാണ്. അവരെ വെനസ്വേലയിലേക്ക് നാടുകടത്താനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. വെനസ്വേല അമേരിക്കയോടും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സ്വാതന്ത്ര്യത്തോടും ശത്രുത പുലർത്തുന്നുവെന്ന് ട്രംപ് വ്യക്തമാക്കുന്നു. ട്രെൻഡി ആരോഗ്യയെ വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാനുള്ള നീക്കങ്ങളിലാണ് ട്രംപ് ഭരണകൂടം. ഈ പശ്ചാത്തലത്തിലാണ് പുതിയ മുന്നറിയിപ്പ്. ഏപ്രിൽ 2-ന് ഈ തീരുവകൾ പ്രാബല്യത്തിൽ വരുമെന്നും ട്രംപ് വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം അമേരിക്കയിലേക്കുള്ള ഏറ്റവും വലിയ വിദേശ എണ്ണ വിതരണക്കാരിൽ ഒന്നായിരുന്നു വെനസ്വേലയെന്നാണ് വാണിജ്യ വകുപ്പിന്റെ വ്യാപാര ഡാറ്റ സൂചിപ്പിക്കുന്നത്. 2024 ആകെ $5.6 ബില്യൺ എണ്ണയും വാതകവുമാണ് അമേരിക്ക വെനസ്വേലയിൽ നിന്ന് വാങ്ങിയത്. അതേസമയം ഏപ്രിൽ 2 മുതൽ യുഎസിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളായ മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും താരിഫ് എന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ വെനസ്വേലയും ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 3 രാജ്യങ്ങൾക്ക് പുറമെ യുഎസിലേക്കുള്ള എല്ലാ സ്റ്റീൽ, അലുമിനിയം ഇറക്കുമതികൾക്കും 25% തീരുവ ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറക്കുമതി നികുതികൾക്ക് ഇളവുകൾ നൽകുന്നതിനെ എതിർത്ത ട്രംപ് തന്റെ താരിഫുകളിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. അതേസമയം വെനസ്വേലയുടെ ഏറ്റവും വലിയ വ്യാപാര ഉപഭോക്താക്കളായ ചൈനയെ ലക്ഷ്യമിട്ടാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നടപടിയെന്നും വിലയിരുത്തലുകളുണ്ട്. ഫെനലൈനിന്റെ അനധികൃത വ്യാപാരം തടയാൻ എന്ന് ചൂണ്ടിക്കാട്ടി ട്രംപ് ഭരണകൂടം ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇതിനകം തന്നെ താരിഫ് ചുമത്തിയിട്ടുണ്ട്. ട്രംപിന്റെ നടപടിയെ തുടർന്ന് അമേരിക്കയിൽ നിന്നുള്ള സോയ, ബീഫ് തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ചൈനീസ് ഭരണകൂടവും അധിക താരിഫ് ചുമത്തി. ട്രംപ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്തിയതിന് സമാനമായി 15% ഇറക്കുമതി തീരുവയാണ് ചൈനീസ് സർക്കാരും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18-ന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.